जय कुंज विहारी जय राधा माधव। जय कुंज विहारी जय गोपी जन वल्लभा। जय गिरिवरधारी जय गोपी जन वल्लभा। जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन। यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी। जय कुंज विहारी जय राधा माधव। जय कुंज विहारी जय राधा माधवा। जय कुंज विहारी हरे कृष्णा कृष्ण कृष्ण हरे 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 रामा राम राम हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं श्रीपरमानन्दमाधवं श्रीचैतन्यमीश्वरम्। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपीश गोपिका कान्त राधा कान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्णा हरे 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 रामा राम रामा हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 रामा राम रामा हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 रामा രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്റെ നമസ്കാരം. എല്ലാ ഭക്തന്മാർക്കും എന്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ഗർഗഭാഗവതത്തിലെ 5-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ എവിടം വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? നമ്മള് ബാക്കിയുള്ള കുറേ ദേവി ദേവന്മാരെല്ലാം ഗോലോക വൃന്ദാവനത്തിലെത്തുന്നു. ഭഗവാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാൾ മൈക്ക് തുറന്ന് പറയൂ, ഓർമ്മയുണ്ടോ ഇത്രയും വരെ പറഞ്ഞതെന്നുള്ളത്? ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. ഉണ്ട് മാതാജി. ഹരേ കൃഷ്ണ. ഉണ്ട് കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പോ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ഈ ശ്രീകൃഷ്ണൻ എന്താണ് വൃന്ദാവനത്തില് ശ്രീകൃഷ്ണൻ അവതരിക്കാൻ പോകുമ്പോഴത്തേക്കും ആരൊക്കെ ഭഗവാന്റെ കൂടെ ആരൊക്കെയായിട്ടാണ് അവതരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്ന് വെച്ചാൽ കൃഷ്ണൻ ഒറ്റയ്ക്കല്ല വൃന്ദാവനത്തിൽ പോകുന്നത്, ബാക്കി കൂടെ കുറേ ആൾക്കാർ ഭഗവാന്റെ കൂടെ ആരൊക്കെയുണ്ടോ അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ഇടപഴകുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ ശരിക്കും ആരാണ്, അവര് അവിടെ എന്തിനു വേണ്ടി ജനിക്കുന്നു, ഇവരെല്ലാം കൂടെ കാണും എന്നുള്ള കാര്യം എല്ലാം ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ബ്രഹ്മാവ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ വൃന്ദാവനത്തിലുള്ള ഗോപികമാരും ബാക്കിയുള്ള സഖിമാര്, കൃഷ്ണന്റെ സഖിമാരൊക്കെ അവർക്ക് എങ്ങനെയാണ് ഈ വൃന്ദാവനത്തിലെ വ്രജഭൂമിയില് ഭഗവാന്റെ കൂടെ ജനിച്ച് കൂടെ രാസലീലയൊക്കെ നടത്താൻ അവര് ആരാണ്? കഴിഞ്ഞ ജന്മത്തില് അവരെന്ത് പുണ്യം ചെയ്തിട്ടാണ് അവർക്ക് ആ ഒരു ഭഗവാന്റെ ആ ഒരു സ്റ്റോറിയിൽ ഒരു റോള് കിട്ടിയത് എന്നുള്ളത് ചോദിക്കുകയാണ്. അങ്ങനെ കൃഷ്ണൻ
എന്താ കുറേ വൃന്ദാവനത്തിലുള്ള കുറേ ഗോപികമാരുടെ ഓൾറെഡി പാസ്റ്റ് പറഞ്ഞു. അതായത് ഇപ്പം ശ്രീരാമനായിരുന്ന സമയത്ത് ദണ്ഡകാരണ്യത്തിൽ വെച്ച് കണ്ടുമുട്ടിയ മഹർഷിമാരുണ്ട്, പിന്നെ യജ്ഞസീതമാര്, ഇവരെല്ലാം എന്താണ് കഴിഞ്ഞ ജന്മത്തില് ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് അങ്ങയുടെ എന്താണ് പത്നിയാവാൻ താല്പര്യമുണ്ടല്ലേ, എനിക്ക് എന്താണ് അങ്ങനെ ഭഗവാനെ വേണം എന്ന് പറഞ്ഞിട്ടുള്ളവരെല്ലാം തന്നെ വൃന്ദാവനത്തിൽ ഗോപികമാരായിട്ട് ജനിച്ചിട്ടുണ്ട്. അങ്ങനെ 5ാമത്തെ ചാപ്റ്ററിലും നമ്മൾ വേറെ കുറേ സ്ത്രീകള് എങ്ങനെ ഗോപികമാരായി വന്നു എന്നുള്ള കഥയാണ് പറയുന്നത്. ആദ്യം തന്നെ വൈകുണ്ഠത്തിൽ ഇപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വൈകുണ്ഠത്തിൽ വസിക്കുന്ന രമാദേവിയുടെ സഹചാരികള്, പിന്നെ ശ്വേതദ്വീപിലെ സഖിമാര്, പിന്നെ വൈകുണ്ഠം പോലെ ഊർധ്വ വൈകുണ്ഠം എന്ന് പറയുന്ന ഒരു വൈകുണ്ഠമുണ്ട്, അവിടുള്ള ദേവിമാര്, പിന്നെ ലോകാചല പർവ്വതത്തിൽ താമസിക്കുന്ന സ്ത്രീകള്, പിന്നെന്താണ് ലോകാചലം പർവ്വതത്തിൽ താമസിക്കുന്ന സമുദ്രത്തിൽ നിന്നുണ്ടായ ലക്ഷ്മി ദേവിയുടെ സഖിമാര്. ഓക്കെ, അപ്പൊ ലക്ഷ്മി ദേവി നമുക്കറിയാലോ, പാലാഴി മദന സമയത്ത് ലക്ഷ്മി ദേവി തിരിച്ച് ഭഗവാന്റെ അടുത്ത് വരികയും ആ ലക്ഷ്മി ദേവിയുടെ കൂടെ കുറെ സഖിമാര് വന്നിട്ടുണ്ട്. ഈ സഖിമാരെല്ലാം താമസിക്കുന്നത് ലോകാചല പർവ്വതത്തിലാണ്. അപ്പൊ അവിടെയുള്ള സ്ത്രീകള് ഇവരെല്ലാം തന്നെ വൃന്ദാവനത്തില് ഗോപികമാരായിട്ട് ജനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പം നമ്മൾ വിചാരിക്കും വേറെ കുറെ, എന്നാ പിന്നെ ഇപ്പൊ നമ്മുടെ മുമ്പില് ഭഗവാൻ വന്നാലും നമ്മൾ ആ സമയത്ത് മനമുരുകി നമ്മൾ ആഗ്രഹിക്കുവാണെങ്കിൽ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടും. ഇപ്പൊ വൈഷ്ണവി പറഞ്ഞ പോലെ ആ ഒരു കല്ല് ശരിക്കും സാലഗ്രാമം അല്ലെങ്കിൽ പോലും ആ ഒരു ഭക്തി കാരണമാണ് ആ സാധാരണ ഒരു കല്ല് പോലും കൃഷ്ണന് മാറിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ശ്രീകൃഷ്ണനെ കണ്ട് ചുമ്മാ കണ്ടെന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും വൃന്ദാവനത്തിൽ ഗോപികമാരായിട്ട് ജനിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ സമയത്ത് ഇതിനകത്ത് കുറെ കഥകൾ നമ്മൾ പറയും. ആ സമയത്തെല്ലാം ആ ഭഗവാനെ കണ്ട ഉടനെ തന്നെ അത്രയും ഭക്തി അവരുടെ മനസ്സിൽ വന്നു, അത്രയും ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് അവർക്ക് ആ ഒരു ഗോപികമാരായിട്ട് ജനിക്കാനായിട്ടൊരു അനുഗ്രഹമായിട്ട് മാറിയത് എന്ന് വെച്ചാൽ. അതായത് ഇപ്പം ഓരോ കഥകൾ പറയുമ്പോൾ ഞാൻ പറയാം. അടുത്തത് രുചിയുടെ പുത്രനായിട്ടുള്ള ആരാണ്? യജ്ഞനാരായണൻ. യജ്ഞനാരായണൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭഗവാന്റെ ഒരു അവതാരം തന്നെയാണ്. രുചി മാതാവിന്റെ പുത്രനായിട്ടാണ് ജനിക്കുന്നത്. അപ്പോ ഈ യജ്ഞനാരായണനെ കണ്ടപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ, ദേവാംഗനമാര് ഭയങ്കരമായിട്ടും ഭഗവാനോട് പ്രേമം തോന്നി. ഉടനെ തന്നെ ദേവല മഹർഷിയുടെ അഡ്വൈസ് എടുത്ത് അവര് ഹിമാലയ പർവ്വതത്തിൽ പോയി ഭയങ്കരമായിട്ടും തപസ് ചെയ്തു. അവർ നന്നായിട്ട് തപസ് ചെയ്തു. അങ്ങനെ അവര് വൃന്ദാവനത്തിലെ ഗോപികമാരായിട്ട് മാറി. ഓക്കെ, അപ്പൊ എത്രയോ പേര് യജ്ഞനാരായണനെ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ വളരെ കുറച്ച് സ്ത്രീകൾക്ക് മാത്രമേ ഭഗവാനെ വേണം എന്ന് അവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തോന്നി. അവര് ഉടനെ തന്നെ ഒരു ഗുരുവിനെ സമീപിച്ച് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു. അവസാനം ഭഗവാന്റെ അടുത്ത് ഭഗവാനെ കിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെ യജ്ഞനാരായണനെ കണ്ടിട്ടും കുറച്ച് സ്ത്രീകള് ഭഗവാനെ വേണം അല്ലെങ്കിൽ ഭഗവാനെ ഭക്തി ചെയ്ത് വൃന്ദാവനത്തിൽ ഗോപികമാരായിട്ട് ജനിച്ചു. അത് കഴിഞ്ഞിട്ട് ധന്വന്തരി മൂർത്തി തിരിച്ച് തിരോധാനം ചെയ്ത സമയത്ത് ധന്വന്തരി മൂർത്തി എന്താണ്? ആരാണ്? ഒരു ഔഷധങ്ങളൊക്കെ വെച്ചിട്ട്, അല്ലെ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കും, അല്ലെ? അപ്പൊ ധന്വന്തരി മൂർത്തിയുടെ തിരോധാനത്തിൽ എല്ലാ ഔഷധികളും ദുഃഖിതരായി, ഭയങ്കരമായിട്ടും ദുഃഖിതരായി. ഓരോ മെഡിസിൻസ് അവർക്ക് ഭയങ്കര സങ്കടമായി തിരോധാനം ചെയ്തപ്പോഴത്തേക്കും ധന്വന്തരി മൂർത്തി. അപ്പൊ ഈ ഔഷധികൾ എന്ത് ചെയ്തു? അവര് ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ത്രീകളായിട്ട് മാറി. അവര് തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. അങ്ങനെ 4 വർഷത്തോളം അവർ തപസ് അനുഷ്ഠിക്കുകയും അവരുടെ മുമ്പിൽ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെടുകയും എന്താണ് വേണ്ടത്, എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവരെല്ലാം ആ ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ ആ ഒരു സൗന്ദര്യത്തിലും ആ ഒരു ഭഗവാനോടുള്ള ഭക്തിയിലും അവരെന്താണ് പറഞ്ഞത്? അവിടുന്ന് ഞങ്ങളുടെ ആദരണീയനായിട്ടുള്ള പതിയായി തീരൂ എന്നാണ് അവര്
ആഗ്രഹിച്ചത്. അവർക്ക് വേറെ എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം. പക്ഷെ ഭഗവാനെ കണ്ടപ്പോഴത്തേക്കും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ എന്ത് തോന്നത്തുള്ളൂ, ഭഗവാനെ ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഞങ്ങളെ എടുക്കൂ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ, അല്ലെ? അങ്ങനെ ഭഗവാനെ പതിയായി വേണമെന്ന് അവരാഗ്രഹം പറയും. ആ സമയത്ത് ഭഗവാൻ പറയാണ്, നിങ്ങൾ ഇനിയും ഇതുപോലെ ലതകളായിട്ട് തന്നെ, പ്ലാന്റ്സ് ആയിട്ട് തന്നെ ജനിക്കും. എവിടാ ജനിക്കുന്നത്? ദ്വാപരയുഗത്തിന്റെ അവസാനത്തില് വൃന്ദാവനത്തില് നിങ്ങൾ ഇനിയും ജനിക്കും. ആ സമയത്ത് രാസലീല ആടുന്ന സമയത്ത് നിങ്ങളെല്ലാം നിങ്ങളുടെ ശരിക്കുമുള്ള രൂപം സ്വീകരിച്ച് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും. ഓക്കെ, അവർ ശരിക്കും എന്താണ്, അവർ ശരിക്കും അവരുടെ പൂർണ്ണമായിട്ടുള്ള സ്വരൂപം എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് എന്നുള്ളതാണ്, ഔഷധികളാണ് അവര്. അപ്പൊ ഇവരും അവരുടെ ആ ഒരു ഒറിജിനൽ ഫോമില്, അതായത് പ്ലാന്റ്സ് ആയിട്ട് തന്നെ വൃന്ദാവനത്തിൽ ജനിക്കുകയും ചെയ്യും. ആ ഭഗവാൻ രാസലീല ആടുന്ന സമയത്ത് ആ വൃന്ദാവനത്തിലുള്ള കുറേ പക്ഷി ലതാദികൾ അവരെല്ലാരും തന്നെ അവരുടെ ശരിക്കുള്ള രൂപം സ്വീകരിച്ച് ഭഗവാനുമായിട്ട് രാസലീല നടത്തുകയും ചെയ്യും. അടുത്തത് ജാലന്ധര നഗരത്തില്, ഇതല്ല, ജാലന്ധര നഗരത്തിലുള്ള സ്ത്രീകള് ഭഗവാനെ കണ്ടിട്ട് അങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കുകയാണ്, ഭഗവാനെ പതിയായിട്ട് വേണം. അവരും അത്രയും ഭക്തിയോടുകൂടി അത് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർക്ക് ഉടനെ തന്നെ അശരീരി കേൾക്കുകയും അവരും ഗോപികമാരായിട്ട് ജനിച്ചു. പിന്നെ ഭഗവാന്റെ മത്സ്യാവതാര സമയത്ത് ആ മത്സ്യരൂപം കണ്ടിട്ട് സമുദ്രത്തിലുള്ള കന്യകമാര് എന്താണ് ആഗ്രഹിക്കുകയാണ്, ഭഗവാനെ പതിയായിട്ട് വേണമെന്ന് ഉള്ളത് ആഗ്രഹിക്കുകയാണ്. ആ സമയത്ത് ഇവരെല്ലാം പോയി മത്സ്യദേവനെ കണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നവർ ചോദിക്കുകയും അവര് ഭഗവാനെ തപസ് ചെയ്യുകയും അവസാനം അവരും വൃന്ദാവനത്തിൽ ഗോപികമാരായിട്ട് ജനിക്കുന്നുണ്ട്. അടുത്തത് പൃഥുരാജാവ്, ഭഗവാന്റെ അംശാവതാരമാണ് പൃഥുരാജാവ്. ഈ പൃഥുവിന്റെ ഒക്കെ നമ്മൾ കഥകൾ ഇനിയും ബാക്കിയുള്ള ചാപ്റ്ററുകൾ പറയും. അപ്പൊ ഈ പൃഥുരാജാവും ബഹിഷ്മതി എന്ന് പറയുന്ന നഗരത്തിന്റെ രാജാവാണ്. ഭയങ്കര എന്താണ്, നമ്മൾ കഥ കേൾക്കും പറയാം, ഭയങ്കര എന്താണ്, നല്ലൊരു രാജാവാണ്. ഭഗവാൻ തന്നെയാണ്. അപ്പൊ അവിടെ വസിക്കുന്ന അനേകം സ്ത്രീകള് ഈ പൃഥുവിനെ കണ്ടിട്ട് മോഹിതരായിട്ട് എന്താണ് ഭഗവാനെ പതിയായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുകയുണ്ടായി. അങ്ങനെ ഈ സ്ത്രീകളെല്ലാം അത്രി എന്ന് പറയുന്ന ഒരു മഹർഷി, അത്രി മുനിയെ പോയി സമീപിച്ച് അവരെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോ അത്രി മുനി പറയാണ്, നിങ്ങളെല്ലാം മാനസ പൂജ ചെയ്യൂ. എങ്ങനെയാണ് മാനസ പൂജ ചെയ്യേണ്ടത്? അതായത് പൃഥു മഹാരാജാവിനെയാണ് അവർക്ക് ഭർത്താവായിട്ട് കിട്ടേണ്ടത്. അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ മനസ്സില് എന്താണ്, ഭൂമിദേവി ആരായിട്ട്, ഏത് രൂപം സ്വീകരിച്ചാണ് വന്നത്? പശുവിന്റെ രൂപം സ്വീകരിച്ചാണ് വന്നത്, അല്ലെ? അപ്പൊ ഭൂമിദേവി ആകുന്ന ആ പശുവിൽ നിന്ന് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കാനാണ്, പൂജ ചെയ്യാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആ പശുവിന്റെ പാല് കറന്ന് അത് ഭഗവാന് സമർപ്പിച്ച് നിങ്ങളുടെ എല്ലാ അങ്ങനെ നിങ്ങൾ ആ മാനസ പൂജ ചെയ്യൂ എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. അവരും ഗോപികമാരായിട്ട് ജനിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഓരോ ഗുരുക്കന്മാരും ഓരോ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവർക്ക് കൊടുക്കുന്നത്. അതിനനുസരിച്ച് അവർ പൂർണ്ണമായിട്ടും അത് വിശ്വസിച്ച് അത് ചെയ്യുകയും അവസാനം ഭഗവാനെ അവർക്ക് കിട്ടുകയാണ് ചെയ്തത്. അടുത്തത് നരനാരായണ ഋഷിമാരുടെ, അതായത് ഗന്ധമാദന പർവ്വതത്തിലാണ് നരനാരായണ ഋഷിമാര് തപസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ നരനാരായണ ഋഷിമാരെ മോഹിപ്പിക്കാൻ വേണ്ടി കുറെ അപ്സരസുകൾ വരെ വന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ അപ്സരസുകളെല്ലാം നരനാരായണ ഋഷിമാരെ കണ്ടു മോഹിതരാവുകയാണ് ചെയ്തത്. അങ്ങനെ അവരും ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാൻ ആഗ്രഹിക്കുകയും അങ്ങനെ നരനാരായണ ഋഷിമാര് അവർക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, അവരും ഗോപികമാരായിട്ട് ജനിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചപ്പോ സുതല ലോകത്തിലുള്ള സ്ത്രീകളെല്ലാം എന്താണ് വാമനമൂർത്തിയെ എന്താണ് കാമുകനായിട്ട്, അല്ലെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അവർക്കും ആ ഒരു ആഗ്രഹം സാധിച്ച് ഗോപികമാരായിട്ട് ജനിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബലരാമന്റെ ശരിക്കുള്ള സ്വരൂപം എങ്ങനെയാണ്? ശേഷനാഗമായിട്ടാണ്, അല്ലെ? ആ ശേഷനാഗത്തിന്റെ ആ രൂപം കണ്ടിട്ട്
കുറേ നാഗരാജ നാഗകന്യകമാരെല്ലാം ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അവരും വൃന്ദാവനത്തില് ബലരാമന്റെ സഖിമാരായിട്ടൊക്കെ ജനിക്കുകയും ബലരാമനും രാസലീല നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെ അനേകം കോടിക്കണക്കിന് ഗോപികമാരാണ് വൃന്ദാവനത്തിലുള്ളത്. ഇവർക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ട്. അവർക്കെല്ലാം ഒരു കഴിഞ്ഞ ജന്മം, ഒരു പൂർവ്വജന്മമുണ്ട്. ഓക്കെ, അതിലെല്ലാം അവര് കുറെ തപസ് ചെയ്യുകയും ഭക്തി ചെയ്യുകയും അതിന്റെയൊക്കെ ഫലമായിട്ടാണ് അവർക്ക് ആ ഒരു വൃന്ദാവനത്തിൽ ഭഗവാന്റെ കൂടെ ഒരു ഗോപികമാരായിട്ട് ജനിക്കാനുള്ള ആ ഒരു ഇത് കിട്ടിയത്. അപ്പൊ ഇതെല്ലാം ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഭഗവാൻ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്തത് ബാക്കി ഇനിയും കുറെ ആൾക്കാരുണ്ടല്ലോ ഭഗവാന്റെ കൂടെയുള്ള, അത് നമുക്ക് നോക്കാം. കശ്യപനാണ് വസുദേവരായിട്ട് ജനിക്കുന്നത്. പിന്നെ അതിഥി അപ്പൊ കശ്യപനും അതിഥിയുമാണ്. കശ്യപന്റെ ഭാര്യയാണ് അതിഥി. കശ്യപൻ വസുദേവരായിട്ട് ജനിക്കുമ്പോൾ അതിഥി ദേവകിയായിട്ടാണ് ജനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വസുക്കളുണ്ടല്ലോ, ആ വസുക്കളില് പ്രാണ എന്ന് പറയുന്ന വസുവാണ് ശൂരസേനനായിട്ട് ജനിക്കുന്നത്. ശൂരസേനൻ ആരാണ്? വസുദേവരുടെ അച്ഛനാണ് ശൂരസേനൻ. ഇനി ധ്രുവ എന്ന് പറയുന്ന വസുവാണ് ദേവകയായിട്ട് ജനിക്കുന്നത്. ദേവക എന്ന് പറയുന്നത് ദേവകിയുടെ അച്ഛനാണ് ദേവക. അടുത്തത് വസുക്കളിൽ വസു എന്ന പേരുള്ള ഒരു വസുവുണ്ട്. ആ വസുവാണ് ഉദ്ധവരായിട്ട് ജനിക്കുന്നത്. പിന്നെ ദക്ഷയാണ് അക്രൂരനായിട്ട് ജനിക്കുന്നത്. പിന്നെ കുവേരനാണ് ഹൃതിക ആയിട്ട് ജനിക്കുന്നത്. ഈ ഹൃതിക എന്ന് പറയുന്നത് ആരാന്ന് വെച്ചാൽ കൃതവർമാവുണ്ടല്ലോ, കൃതവർമാവിന്റെ അച്ഛനാണ് ഹൃതിക. അപ്പൊ കുവേരനാണ് ഹൃതികയായിട്ട് ജനിക്കുന്നത്. കൃതവർമാവ് വരുണനാണ് കൃതവർമാവായിട്ട് ജനിക്കുന്നത്. ഓക്കെ, പിന്നെ പ്രാചീന ബർഹി ഗദയായിട്ട് ജനിക്കുന്നുണ്ട്. മരുതനാണ് ഉഗ്രസേനനായിട്ട് ജനിക്കുന്നത്. ഉഗ്രസേനൻ ആരാണ്? നമ്മുടെ കംസന്റെ അച്ഛനാണ് ഉഗ്രസേനൻ. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട് ഉഗ്രസേനൻ വരുമ്പോഴത്തേക്കും ഉഗ്രസേനനായിരിക്കും രാജ്യം ഭരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഉഗ്രസേനൻ രാജ്യം ഭരിക്കുകയും ചെയ്യും. ഉഗ്രസേനനെ ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അംബരീഷ മഹാരാജാവാണ് യുയുധാനനായിട്ട് അവതരിക്കുന്നത്. യുയുധാനൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകൃഷ്ണന്റെ നാരായണീ സേനയുടെ ചീഫാണ്. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഭക്ത പ്രഹ്ലാദനാണ് സാത്യകിയായിട്ട് ജനിക്കുന്നത്. പിന്നെ ക്ഷീരാബ്ദിയാണ് ശാന്തനുവായിട്ട് ജനിക്കുന്നത്. നമുക്കറിയാം ശാന്തനു മഹാരാജാവിന്റെ കഥയൊക്കെ. ഇനി അടുത്തത് ദ്രോണ എന്ന് പറയുന്ന ഒരു വസുവിൽ ഒരാളാണ് ദ്രോണനാണ് ഭീഷ്മരായിട്ട് ജനിക്കുന്നത്. പിന്നെ ദിവോദാസയാണ് ശല്യരായിട്ട് ജനിക്കുന്നത്. ഭഗയാണ് ധൃതരാഷ്ട്രരായിട്ട് ജനിക്കുന്നത്. പുഷ ആണ് പാണ്ഡുവായിട്ട് ജനിക്കുന്നത്. പിന്നെ ധർമ്മരാജാവാണ് യുധിഷ്ഠിരനായിട്ട് ജനിക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ കുറെ പേരുകൾ നമുക്ക് അറിയാത്തതുണ്ട്. അപ്പൊ ഭഗവാൻ ഓരോരുത്തരും ആരൊക്കെയായിട്ട് ജനിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇതിനകത്ത് കുറെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി വായുദേവനാണ് നമ്മുടെ ഭീമനായിട്ട് ജനിക്കുന്നത്. പിന്നെ സ്വയംഭൂ മനുവാണ് അർജുനനായിട്ട് വരുന്നത്. അർജുനൻ ശരിക്കും നമ്മുടെ ദേവേന്ദ്രന്റെ മകനാണ്. പക്ഷെ ഇതിനകത്ത് സ്വയംഭൂ മനുവാണ് അർജുനനായിട്ട് ജനിക്കുന്നത്. സ്വയംഭൂ മനുവിന്റെ ഭാര്യയായിട്ടുള്ള ശതരൂപയാണ് സുഭദ്രയായിട്ട് വരുന്നത്. പിന്നെ സവിത എന്ന് പറയുമ്പോൾ നമ്മുടെ സൂര്യനാരായണനാണ് കർണനായിട്ട് ജനിക്കുന്നത്. പിന്നെ നമ്മുടെ അശ്വിനി കുമാരന്മാരാണ് നകുലനും സഹദേവനുമായിട്ട് ജനിക്കുന്നത്. പിന്നെ ധാത ആണ് ബാലികയായിട്ട് ജനിക്കുന്നത്. പിന്നെ വഹിനിയാണ് ദ്രോണാചാര്യായിട്ട് ജനിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് കുറെ ആൾക്കാരെ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അഗ്നിദേവനിൽ നിന്ന് ദ്രോണാചാര്യരും ഉണ്ടാവുന്നുണ്ട്. പിന്നെ കലിയുടെ അംശമായിട്ടാണ് നമ്മുടെ ദുര്യോധനൻ വരുന്നത്. ദുര്യോധനൻ കലിയുടെ ഒരു അവതാരമായിട്ടാണ് വരുന്നത്. പിന്നെ ചന്ദ്രദേവനിൽ നിന്നിട്ടാണ് അഭിമന്യു വരുന്നത്. പിന്നെ ശിവന്റെ ഒരു അംശമായിട്ടാണ് അശ്വത്ഥമാവും ജനിക്കുന്നത്. അങ്ങനെ
ഭഗവാന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ദേവീദേവന്മാരും അവരുടെ ഭാര്യമാരുടെ കൂടെ യദു വംശത്തില്, കുരുവംശത്തില്, ബാക്കിയുള്ള വംശങ്ങളില് ഭഗവാന്റെ കൂടെ അവിടെ ഭൂമിയിൽ അവതരിക്കും. ഓക്കെ, എന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, എപ്പോഴൊക്കെ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം ഭൂമി ദേവി കൂടെ ഭഗവാന്റെ രാജ്ഞിയായിട്ട് വരും. അതുപോലെ ഇത്തവണ ഭൂമി ദേവി അല്ല, ലക്ഷ്മി ദേവി. അതുപോലെ ഇത്തവണ ലക്ഷ്മി ദേവി തന്നെയാണ് 16,000 സ്ത്രീകളായിട്ട് വരുന്നത്. ഓക്കെ, ആ ഒരു ലക്ഷ്മി ദേവി തന്നെയാണ് 16,000 ഡിവൈഡ് ചെയ്ത് ഭഗവാന്റെ പത്നിമാരായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം ബ്രഹ്മാവിന്റെ അടുത്താണ് ശ്രീകൃഷ്ണൻ ഇതെല്ലാം പറഞ്ഞത്. അപ്പൊ ബ്രഹ്മാവ് ഭഗവാനെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ യോഗമായ വിളിക്കുകയാണ്. ഓക്കെ, ശ്രീകൃഷ്ണൻ യോഗമായ വിളിച്ചിട്ട് പറയാണ്, ഹേ മഹാമതേ, എന്താണ്, ദേവകിയുടെ 7ാമത്തെ ഗർഭം എന്ത് ചെയ്യണം? വസുദേവരുടെ മറ്റൊരു ഭാര്യയായിട്ടുള്ള രോഹിണിയിലോട്ട് മാറ്റം ചെയ്യണം. നമുക്കറിയാം ദേവകി 8 തവണ ഗർഭം ധരിക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യത്തെ 6 നമ്മുടെ കംസൻ കൊല്ലും. 7ാമത്തെ ഗർഭം എന്ത് ചെയ്യണം? രോഹിണിയിലോട്ട് മാറ്റം ചെയ്യണം. അത് സംഘർഷിക്കുകയാണ്. അതുകൊണ്ടാണ് സംഘർഷണൻ എന്നുള്ള പേര് ബലരാമന് കിട്ടിയിട്ടുള്ളത്. മാറ്റണം. ആ ഒരു ജോലി യോഗമായാണ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? യോഗമായ തന്നെ ആരുടെ ഗർഭത്തിൽ പ്രവേശിക്കണം? യശോദ മാതാവിന്റെ ഗർഭത്തിൽ പ്രവേശിക്കാനും ഭഗവാൻ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബ്രഹ്മാവും ബാക്കിയുള്ള ദേവീദേവന്മാരെല്ലാം തിരിച്ച് അവരവരുടേതായിട്ടുള്ള കഴിഞ്ഞിട്ട് എന്താണ്, നാരദ മഹർഷി ബഹുളാശ്വ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ആ പരമദിവ്യോത്തമ പുരുഷനാണ്. ഈ ഭൂമിയിൽ ഇപ്പം കംസനെ പോലുള്ള പന്ന ആൾക്കാരെ നിഗ്രഹിക്കാനായിട്ട് വരികയാണ്. അതിന്റെ കൂടെ തന്നെ കുറെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടി വരികയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ എത്ര രോമം ഉണ്ടോ അത്രയും നാവ് വെച്ചിട്ട് നമ്മൾ ഭഗവാനെ ഡിസ്ക്രൈബ് ചെയ്താലും പ്രകീർത്തിച്ചാലും അതൊന്നും തികയത്തില്ല എന്ന് പറഞ്ഞാണ് ഈ ഒരു ചാപ്റ്റർ നിർത്തുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്?